പറഞ്ഞ പോലെ ഈ പടക്കം മേലോട്ട് ഇട്ടുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ എന്നാ നോക്കുന്നേ, ഇത് നേരെ കണ്ണിലാ വന്ന് വീഴുന്നേ. അച്ഛന്റെ പള്ളിയിൽ വെടിക്കെട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞ ചൈനീസ് പടക്കങ്ങളാ. 100 മീറ്റർ മാറി നിക്കണം അച്ഛോ. ആ 100 മീറ്റർ ബാരിക്കേഡ് വെച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കണ്ട, ഇങ്ങനെ തന്നെ നോക്കാം നമുക്ക്. അപ്പൊ അത് നോക്കണം. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരായതുകൊണ്ടാണ് പറയണത്. പാവറട്ടി പള്ളി അങ്ങനെയാണോ? പാവറട്ടി പള്ളി അങ്ങനെയാണ്. ചൈനീസ് പൊട്ടിച്ചിട്ട് വെടിക്കെട്ടാന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്തതിലൊക്കെ കാര്യം വെച്ച് ഞാൻ പറയട്ടെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒറീസ അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ വെടിക്കെട്ടും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അവിടെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇത് ഭംഗിയായി നടത്തിക്കൂടാ? അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പഠിച്ച് ആ വിഷയം അവതരിപ്പിച്ച് അങ്ങനെ പൊട്ടിക്കണം പടക്കം അതുപോലെ തന്നെ മറ്റു വെടികൾ. ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എന്തേ കേരളത്തിൽ നടക്കൂലാത്തത്? എന്നെ സ്പർശിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇരുന്ന് ആ ചേട്ടനെ ഈ അപകടത്തിലുണ്ടായിരുന്ന ആളാണ്. ആ ചേട്ടൻ പറഞ്ഞു ഇനി ഞാൻ ഈ പരിപാടിക്കില്ലാന്ന്. പക്ഷെ ആ ചേച്ചി പറഞ്ഞ കാര്യം വളരെ ടച്ചിങ് ആയി തോന്നി. എന്താണെന്നറിയാവോ? ആ ചേച്ചി പറഞ്ഞ എന്താണ്, ഞാൻ ഇനി ചേച്ചി ഇത് ചെയ്യോന്ന് ചോദിച്ചു. സാറ് ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞ എന്താണ്, ഇതല്ലാതെ പിന്നെ എന്താ ചെയ്യാ, അത് ഇതൊക്കെ തന്നെ എന്ന്. അവരുടെ ജീവിതം അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്. എന്റെ പേര് അച്ചാമ്മ സ്റ്റീഫൻ. ശരിയല്ലേ ചേച്ചി പറഞ്ഞില്ലേ, എനിക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അതാണ് കാര്യങ്ങള് ശരിക്ക് നമ്മൾ അപകടമില്ലാത്ത രീതിയിൽ ചെയ്യണം എന്റെ ആഗ്രഹം. ഞാൻ വേണ്ട മനുഷ്യൻ മാത്രമേ മനുഷ്യന്മാര് മരിച്ചുപോയി പിന്നെ നമുക്ക് അവരെ കിട്ടില്ലല്ലോ. അപ്പൊ അതുപോലെ അപകടമില്ലാത്ത രീതിയിൽ പണിയാണെങ്കിൽ കുഴപ്പമില്ല, എന്റെ അഭിപ്രായം. പറഞ്ഞു ചേച്ചിയുടെ ഉപജീവനോ ചെയ്യുന്നു. അവരെല്ലാം നമ്മൾ കുറ്റം പറയേണ്ടത് ഉപയോഗിക്കുന്ന രീതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.